എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഗൈസ്. അറിയാലോ, ഇപ്പോൾ ഷൈനിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു. റീൽസും പോസ്റ്റായിട്ട് അങ്ങനെ കുറേ വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറയാൻ ഇൻബോക്സ് തുറക്കാൻ പറ്റാത്ത ലെവലിലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാലോ. എന്ന് വെച്ചാൽ ആളെതിരെ സംസാരിക്കാനൊന്നല്ല ഞാൻ വന്നത്. എനിക്ക് എന്റെ ലൈഫിൽ നടന്ന കുറച്ച് കാര്യങ്ങളും. അപ്പൊ നമ്മുടെ ഷെയിൻ ടോം ചാക്കോ വീണ്ടും ലഹരി കേസുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളാണല്ലോ കുറച്ചു നാളായി കേൾക്കുന്നത്. നടി വിൻസി അലോഷ്യസിന്റെ പരാതിയുമായി ബന്ധപ്പെട്ട് ആന്റി ഡ്രഗ് സ്ക്വാഡാണ് പിടികൂടാൻ വന്നത്. താരം ഹോട്ടലിലെ ഏതോ ജനൽ വഴി ചാടി ഓടാൻ ശ്രമിച്ചത് ആ വീഡിയോ ഒക്കെ നമ്മൾ ഒത്തിരി കണ്ടതാണ്. അതിനെക്കുറിച്ച് ഇനി എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടെന്ന് തോന്നുന്നില്ല. അതൊക്കെ അറിഞ്ഞ കാര്യങ്ങളാണല്ലോ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഷെയിന്റെ മുൻകാമുകി തനൂജയെ കുറിച്ചിട്ടാണ്. ലഹരി കേസിൽ അറസ്റ്റിലായതിനു ശേഷം കുറച്ച് കാര്യങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട് തനൂജ. ഒരു സമയത്ത് എൻഗേജ്മെന്റ് വരെ എത്തിയ ബന്ധമായിരുന്നു ഷെയിന്റെയും തനൂജയുടെയും. പിന്നീട് അവർ ബ്രേക്കപ്പ് ആവുകയായിരുന്നു. എന്തായാലും തനൂജയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. വാ. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഗൈസ്. കാരണം ഇപ്പം അറിയാലോ, ഇപ്പോൾ ഷൈനിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു. എനിക്ക് കുറേ എന്താ പറയുക, റീൽസും പോസ്റ്റായിട്ട് അങ്ങനെ കുറേ വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറയാൻ ഇൻബോക്സ് തുറക്കാൻ പറ്റാത്ത ലെവലിലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാലോ. എന്ന് വെച്ചാൽ ആളെതിരെ സംസാരിക്കാനൊന്നല്ല ഞാൻ വന്നത്. എനിക്ക് എൻ്റെ ലൈഫിൽ നടന്ന കുറച്ച് കാര്യങ്ങളും അതിവിടെ പറയണം തോന്നി. എന്നാലും എൻ്റെ കുട്ടി നീ ഇതെങ്ങനെ സഹിച്ചു അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആള് സഹിക്കാനൊന്നുമില്ല. ആള് ആക്ച്വലി കൂളാണ്. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നു. ഞങ്ങളിപ്പം ബ്രേക്കപ്പ് ആയിട്ട് 9 മാസമായി. ഈ 9 മാസവും എനിക്ക് തോന്നുന്നില്ല ആൾക്കൊരു കേസോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നു ഞാൻ ഉണ്ടായിരുന്ന ടൈമിൽ. കാരണം ഞാൻ കുറേ കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു കണക്കിന് പറയുകയാണെങ്കിൽ എന്താ എവിടെ തുടങ്ങണം, എന്ത് സ്റ്റാർട്ട് ചെയ്യണമെന്നൊന്നും എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഒരു നല്ല കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് നിങ്ങൾക്ക് ഇന്റർവ്യൂ കണ്ടാലും ഒക്കെ മനസ്സിലായിരിക്കും. ഞാൻ ഉള്ള ടൈമിൽ ഇന്റർവ്യൂ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ആളെങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. കാരണം എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ പറയുന്നതിനപ്പുറം ആൾ പോയിട്ടില്ല എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഷൈനും തനൂജയും ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് ഇവരുടെ വീഡിയോസ് ഒക്കെ കണ്ടവർക്കറിയാം, ഒരു കുട്ടിയെ കൊണ്ട് നടക്കുന്നത് പോലെയാണ് തനൂജ ഷൈനെ കൊണ്ട് നടന്നത്. പല വീഡിയോകളും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട്. സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. അതൊക്കെ ഷൈനെ കൺട്രോൾ ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ടെന്നാണ് തനൂജ ഈ വീഡിയോയിൽ പറയുന്നത്. നല്ല കാര്യം, സ്വന്തം പാർട്ണറെ നല്ല രീതിയിൽ നടത്താൻ ശ്രമിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ തനൂജയ്ക്ക് വിജയിക്കാനായില്ല എന്നുള്ളതാണ് സത്യം. എന്താണ് കാരണം? ലഹരി തന്നെ. ലഹരി എന്ന് പറയുന്ന മരുന്നിന്റെ മാരകമായ ഇമ്പാക്ട് വളരെ വലുതായിരുന്നു. ഷെയിൻ ലഹരിക്ക് അടിമയായിരുന്നു എന്നുള്ള രഹസ്യം എല്ലാവർക്കും പരസ്യമായിട്ട് അറിയാമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. എത്ര വർഷങ്ങളായി, എത്ര സിനിമയിലൂടെ നമ്മൾ ഷെയിൻ ടോം ചാക്കോനെ കണ്ടിട്ടുണ്ട്. ഒത്തിരി വർഷങ്ങളുടെ ഈ ലഹരി മരുന്നിന്റെ ഉപയോഗം മൂലം ഷെയിന്റെ ജീവിതം എങ്ങനെ മാറി മറിഞ്ഞു എന്ന് നമുക്ക് കണ്ടു നോക്കാം. അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അയാളുടെ പഴയ ഇന്റർവ്യൂസും ഇപ്പോഴത്തെ പുതിയ ഇന്റർവ്യൂസും നിങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ മാത്രം മതി. അയാളുടെ സംസാര ശൈലി മാത്രം ശ്രദ്ധിച്ചാൽ മതി. പണ്ടത്തെ ഇന്റർവ്യൂവിലൊക്കെ എത്ര മനോഹരമായിട്ട് പക്വതയോടെ സംസാരിച്ച ആളാണ് ഷെയിൻ ടോം ചാക്കോ. ഇന്റർവ്യൂ പോട്ടെ, സിനിമയൊക്കെ നോക്കൂ. പണ്ടത്തെ സിനിമ എടുത്തു നോക്കിയാൽ ഷെയിൻ അഭിനയിക്കുവാണെന്ന് തോന്നത്തില്ല, ജീവിക്കുവാണെന്ന് നമുക്ക് തോന്നിപ്പോകും. അമ്മാതിരി ആക്ടിംഗ് ആയിരുന്നു പുള്ളിക്കാരൻ്റെത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലെ. ഒരേ മാനറിസം, ഒരേ ഡയലോഗ് ഡെലിവറി ഒന്നും മനസ്സിലാത്ത പോലുമില്ല അല്ലെ. എല്ലാം ലഹരി വരുത്തി വെച്ചതാണ്. അധപ്പതനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. എന്തായാലും നമുക്ക് ബാക്കി കൂടെ കേട്ടു നോക്കാം. പിന്നെന്ന് വെച്ചാൽ ഷൈൻ ലൊക്കേഷനിൽ എങ്ങനെയാന്നുള്ളത് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. കാരണം എന്ന് വെച്ചാല് ചേട്ടൻ എപ്പോഴും ലൊക്കേഷനിൽ എന്താ പറയാ, ആളാളെ വർക്ക് ചെയ്യാൻ നേരെ കാരവനിലോ അല്ലെങ്കിൽ ആൾക്ക് കൊടുത്ത റൂമിലോ പോവാന്നല്ലാണ്ട് ഒരാളോട് അവിടെ മിങ്കിൾ ചെയ്യാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ നിൽക്കാറില്ല. എനിക്ക് ഞാൻ രാവും പകലും കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് അത് ഞാൻ ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്താ പറയാ ഇങ്ങനെ മിങ്കിൾ ചെയ്യുക അല്ലെങ്കിൽ എല്ലാവരോടും സംസാരിക്കുക. ഓക്കെ, ഷെയിൻ ടോം ചാക്കോ സിനിമ ലൊക്കേഷനിൽ വെച്ച് ലഹരി ഉപയോഗിക്കുകയും മോശമായി പെരുമാറി എന്നാണല്ലോ വിൻസിയുടെ പരാതി.
തനിക്കറിയാവുന്ന ഷെയ്ന് സിനിമാ ലൊക്കേഷനിലൊക്കെ വളരെ മാന്യമായി പെരുമാറുന്ന ഒരു വ്യക്തിയാണെന്നാണ് തനൂജ പറയുന്നത്. അതിപ്പോ ലഹരി ഉപയോഗിക്കുന്ന ആളല്ലേ, എപ്പോഴാണ് സ്വഭാവം മാറുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ലഹരി ഉപയോഗിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും ടിൻസിയോടും മറ്റൊരു പെൺകുട്ടിയോടും മോശമായി ഷൈൻ പെരുമാറിയിട്ടുള്ളത്. ഷൈൻ ഇന്റർവ്യൂസിലൊക്കെ വന്നിരുന്നിട്ട് കാണിച്ചു കൂട്ടുന്നതൊക്കെ നമ്മൾ തന്നെ കണ്ടിട്ടുള്ളതല്ലേ. ഷൈന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കുറച്ച് കൂട്ടുകാരാണെന്ന് തനൂജ എന്ന് പറയുന്നുണ്ട്. ഇവരുടെ ബ്രേക്കപ്പിന് പിറകിലും കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എന്നാണ് തനൂജ ഇപ്പോഴും പറയുന്നത്. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിനിമ ഫീൽഡിൽ വന്ന ആളാണ് ഷൈൻ. നടനാകണമെന്നായിരുന്നു ആഗ്രഹം. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പതുക്കെ അഭിനയത്തിലോട്ട് കടക്കാമെന്നായിരുന്നു ഷൈന്റെ പ്ലാൻ. അത് കഴിഞ്ഞിട്ട് തിരക്കുള്ള നടനായിട്ട് മാറിയെങ്കിലും ആ പ്രൊഫഷണാലിസം ഷൈൻ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. താൻ എത്ര ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും താൻ അഭിനയിക്കുന്ന ഫിലിമിൽ അതൊന്നും ബാധിക്കാതെ നോക്കുകയായിരുന്നു ഷൈൻ ചെയ്തത്. അങ്ങനെ ഒരു പരാതിയും എവിടെയും കേട്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ശ്രീനാഥ് ബാസിയുടെ കാര്യം നേരെ തിരിച്ചായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ബാസിയെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണെന്ന് പലരും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ബാസിക്ക് അവസരങ്ങൾ കുറഞ്ഞു വന്നിരുന്നു. എന്നാൽ ഷൈന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ലഹരി ഉപയോഗം കാരണം ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അവസരങ്ങൾ കൂടുകയല്ലാണ്ട് ഷൈന്റെ അവസരങ്ങൾ ഇതുവരെ കുറഞ്ഞിട്ടില്ലായിരുന്നു. അത് അയാൾ സൂക്ഷിച്ച പ്രൊഫഷണലിസം കൊണ്ട് തന്നെയായിരുന്നു വേണമെന്ന് പറയാം. പക്ഷെ ഇപ്പൊ അതും നഷ്ടപ്പെട്ടു തുടങ്ങി. സെറ്റിൽ വെച്ചും ഷൈൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ലഹരി തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യന്റെ സ്വഭാവം തന്നെ മാറ്റിമറിക്കുകയാണ്. എന്തൊരവസ്ഥയാണല്ലേ. എന്തായാലും തനൂജയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് ബാക്കി കൂടെ കേട്ടിട്ട് നമുക്ക് എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിക്കാം. രാവിലെ മുതലേ തുടങ്ങിയിരിക്കണടാ. രാവിലെ മുതലേ എനിക്ക് ഇൻസ്റ്റയും വാട്സപ്പ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്ര വന്നിട്ടുണ്ട്. എനിക്ക് സങ്കടം വന്നിട്ട് ഞാൻ എന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് വരെ ലെഫ്റ്റായി. ഞാൻ അത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം ഇല്ലാണ്ടായിപ്പോയി. ഒന്നിന് മറുപടി ഇല്ലാണ്ടായിപ്പോയി. ഞാൻ എന്ത് മറുപടി അവിടെ കൊടുക്കേണ്ടത്? ഒരു ചോദിക്കുന്നതിന് എന്തെങ്കിലും ഒരു മറുപടി എനിക്ക് കൊടുക്കണ്ടേ, അതെനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഇതിനായി പാച്ചപ്പായോ? ഷൈൻ എപ്പോഴും എൻ്റെ നല്ല ഫ്രണ്ടാണെന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ എപ്പോഴത്തെ നല്ലൊരു ഫ്രണ്ട് തന്നെയാണ്. പാച്ചപ്പ് ആയിട്ടൊന്നുമില്ല. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഒഴിവാക്കിയ സാധനങ്ങൾ ഞാൻ എടുക്കാറില്ല. ഇത്രേ പറയാനുള്ളൂ. ഇനി പോസ്റ്റും റീൽസും ഒന്നും എനിക്ക് ഷെയർ ചെയ്യാതിരിക്കുക. എന്റെ മാനസികാവസ്ഥ മെന്റലാക്കാണ്ടിരിക്കും. ഞാൻ ഓൾറെഡി പകുതി മെന്റലായിരിക്കുന്നത് ഇന്ന് അത്ര പ്രാന്തം എനിക്ക് ഇളകിയിട്ടുണ്ട്. അത്ര പ്രാന്തം വെച്ചാൽ കാരണം വെച്ചാൽ എത്രയൊക്കെ ആയാലുടോ, ഞാൻ സ്നേഹിച്ചൊരു വ്യക്തിയാണല്ലോ. അപ്പോൾ എനിക്കും കുറെ ഇമോഷൻസും കാര്യങ്ങളും ഉണ്ട്, ഉള്ളിൽ ഫീലിങ്സ് ഉണ്ട്. ഞാനും നിങ്ങളെപ്പോലൊരു പച്ച മനുഷ്യനാണ്. അപ്പോൾ എന്താ പറയാ, ഇങ്ങനെ അയക്കുമ്പം എനിക്കും കുറച്ച് സങ്കടമൊക്കെ വരും. എന്ത് തെറ്റായാലും ശരിയായാലും എന്തായാലും അത് പറയുമ്പോൾ വല്ലാണ്ട് കൊള്ളും. എനിക്ക് നല്ല കൊള്ളും. എനിക്ക് നല്ല സങ്കടമുണ്ട്. സങ്കടം ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അത് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. എനിക്ക് ഇങ്ങനെ അയച്ചിട്ടൊന്നും ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക. ഓക്കെ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഷൈനും തനൂജയും ബ്രേക്കപ്പ് ആയിട്ട് മാസങ്ങൾ കഴിഞ്ഞു. എന്നിട്ടും ഷൈൻ അറസ്റ്റിലായിട്ട് കുടുങ്ങിപ്പോയത് തനൂജയാണ്. ആളുകൾ ഇങ്ങനെ പോയിട്ട് തനൂജയോട് നിരന്തരം മെസ്സേജ് അയച്ച് കാര്യങ്ങൾ ചോദിച്ച് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എല്ലാവർക്കുമുള്ള മറുപടിയാണ് തനൂജ ഇപ്പൊ ഈ വീഡിയോയിലൂടെ കൊടുത്തത്. ഷൈനെ നേരായ വഴിയിൽ നടത്താൻ ഒരുപാട് ശ്രമിച്ചു, എന്നിട്ടൊന്നും നടന്നില്ല. അങ്ങനെ ഒടുവിൽ ബ്രേക്കപ്പ് ആയി. താനൊരു ടോക്സിക് കാമുകനാണെന്നും ഈ റിലേഷൻഷിപ്പ് ഒന്നും തനിക്ക് സെറ്റ് ആകില്ല ഷൈൻ മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ ബ്രേക്കപ്പിന് പിന്നിൽ എന്താണെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഷൈന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങളൊക്കെ എല്ലാവരും കണ്ടതാണെന്ന് ഞാൻ കരുതുന്നു. പക്ഷെ ലഹരി ഇത്രയും മനുഷ്യനെ മാറ്റിമറിക്കുമെന്ന് ഞാൻ ഓർത്തില്ല. സോ ലഹരിയുടെ വഴിയിൽ ആരും പോകാണ്ടിരിക്കുക, ജീവിതം നശിപ്പിക്കാണ്ടിരിക്കുക. ജീവിതം നശിച്ച് പണ്ടാറിറങ്ങിപ്പോകും. എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിൽ തന്നെ ഉണ്ട്. ഇത്രയൊക്കെ കണ്ടിട്ടും മനസ്സിലാക്കിയിട്ടും ഇതിന്റെയൊക്കെ പുറകിൽ പോകുന്നവർ ഇവരോടൊക്കെ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. സത്യമായിട്ടും എനിക്കറിയത്തില്ല. പറയാനല്ലേ നമ്മളെ കൊണ്ടൊക്കെ ആവും. എന്തായാലും എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേവരെ ഒരു ലഹരി പോലും ഉപയോഗിച്ചിട്ടില്ല. അതിൽ എനിക്ക് അഭിമാനമുണ്ട്. അതുകൊണ്ട് ലഹരിക്കെതിരെ സംസാരിക്കാൻ എനിക്ക് ആരുടെ മുഖം പോലും നോക്കേണ്ട കാര്യമില്ല. ഞാനിങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. കുരുപൊട്ടുന്നവർക്കൊക്കെ കുരുപൊട്ടിക്കോട്ടെ. കൂടുതലൊന്നും പറയാനില്ല. ഇത് കേട്ടിട്ട് ഈ കഞ്ചാവ് മയക്കുമരുന്നൊക്കെ അടിക്കുന്നവർക്ക് കുരുപൊട്ടുന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴത്തൊന്ന് കമന്റ് അടിക്കും. നമുക്ക് നോക്കാം ആർക്കൊക്കെ കുരു പൊട്ടുന്നുണ്ടെന്ന് നമുക്ക് കണ്ടറിയാം. ബൈ ബൈ.